ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ വണ്ടറിങ് കിച്ചൺ. ഇതാരാന്നറിയാമല്ലോ, ഇത് ചിന്നനാണ്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, 10th ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് അവന് വേണ്ടി ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. പരപ്പ ദം ബിരിയാണി. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പരപ്പ ദം ബിരിയാണി എന്താണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ബിരിയാണി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ബിരിയാണി. അപ്പോൾ ഇത് ഞാൻ ഇന്നിവിടെ ഒരു 10-20 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇത് എല്ലാ ബിരിയാണി ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇത് വേറെ തന്നെ ഒരു ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാൻ വെക്കാം. തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇത് സാധാ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 6-7 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രാമ്പൂ, ഇത്രയും ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇനി പട്ടയാണ് ഇടാൻ പോകുന്നത്. പട്ട, ഇത്രയും പട്ട എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഉള്ളിയാണ്, ഒരു പിടി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ഉള്ളി ഉണ്ടാവും. ഇത് നീളത്തിൽ അരിഞ്ഞത് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് അത്ര തന്നെ തക്കാളി നമ്മൾ ഇടുവാണ്. ഇപ്പോൾ ഉള്ളി എടുത്ത അതേ അളവിൽ തക്കാളി എടുക്കുകയാണ്. ഒരു 2-3 തക്കാളി ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. മുളക് പൊടി പിരിയൻ മുളക് പൊടിയാണിത്. ഒരു 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ലൈം ജ്യൂസ് ഒഴിക്കുകയാണ്. ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ആദ്യം പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതൊരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിന ഇലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പുതിന ഇല, ഒരു 4-5 ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ 4 തക്കാളി അരിഞ്ഞു വെച്ചത്, 4 വലിയ തക്കാളിയാണ്. രണ്ട് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാൻ പോവാണ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, എന്നാലേ ശരിക്കും ഇതിൻ്റെ എസൻസ് ഒക്കെ ഇറങ്ങി വരുള്ളൂ. കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മുടെ സ്പെഷ്യൽ കൂട്ടാണ്. നേരത്തെ അരച്ച് വെച്ചില്ലേ, ആ മസാല ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ മസാലയൊന്നും അല്ല ചേർക്കുന്നത്. ഇത് നമ്മുടെ സ്പെഷ്യൽ, നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയ ഒരു മിക്സാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് 8 മണിക്കൂർ നേരം ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇപ്പോൾ ഞാൻ അടുപ്പയിൽ ഒരു വലിയൊരു ചരുവം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പു, കുറച്ച് കറുവപ്പട്ട, കുറച്ച് ഏലക്കായ, കുറച്ച് ജാതിപത്രി, പിന്നെ 2 ചെറുനാരങ്ങ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ 8 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ വലിയൊരു ചരുവം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ പീസുകളൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടവിട്ടൊന്നുമല്ല, അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് മേലിലേക്ക് ഉള്ളി, ഒരു 4 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് തൂവി കൊടുക്കാൻ പോവാണ്. പച്ച ഉള്ളിയാണ്.
വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അരി കഴുകി വെച്ചിട്ടുണ്ട്. 3.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ അരി കഴുകി ഇട്ടിട്ടുണ്ട്. തനിമ റൈസാണ് എടുത്തത്. ഇനിയിപ്പോ ഇവിടെ തന്നെ നിൽക്കണം. ഒരു 4 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഹാഫ് വെന്ത് കിട്ടും. ഒരു അര വേവിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പോ അര വേവായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ അത് ഊറ്റിയെടുക്കണം. ഡ്രെയിൻ ചെയ്തെടുക്കണം. വെള്ളം വേണ്ട, ചോറ് മാത്രം നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത ശേഷം നമ്മൾ ദമ്മിടാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ 2 സെറ്റ് ചോറ് ഇതുപോലത്തെ പാത്രത്തിൽ 2 പാത്രത്തിൽ ചോറുണ്ട്. ഇനി ഈ ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ട്രിപ്പ് ഒരു പാത്രത്തിലെ ചോറ് നമ്മൾ ഇട്ടു. ഇനി അതിന് മേലേക്ക് പുതിന ഇലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി ഒരു 4 കൈ ഉണ്ടാവും. 4 കൈയിൽ 4 പിടി ഉണ്ടാവും. ഇനി ബാക്കിയുള്ള ചോറും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലിലേക്ക് ഇപ്പൊ 2ാമത്തെ ട്രിപ്പ് ആ പ്ലേറ്റിൽ ചോറും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ മേലിലേക്ക് ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നു. ഒരു 5, 6, 7 ഉള്ളിയോളം വറുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ട് കൊടുക്കാണ്. നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പോളം നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദമ്മിടണം. മൈദ മിക്സ് ചെയ്തിട്ട് അത് ഈ വക്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ അടപ്പ് അങ്ങോട്ട് അടച്ചു വെക്കും. ഇതിപ്പോ ഗമ്മിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിന്റെ അടപ്പ് ഇതിനകത്തേക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല കനൽ, നല്ല തീ കത്തണം ഇത്. അതുകൊണ്ടാണ് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് നേരം നല്ല തീയിൽ ഇതിങ്ങനെ നിൽക്കണം. അതിനുശേഷം കനൽ നമ്മൾ അടുപ്പത്തു നിന്ന് കോരിയെടുത്തിട്ട് ഇതിന് മേലേക്ക് കോരിയിടും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തീ നല്ലോണം കത്തിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ ഗമ്മിട്ടെടുത്ത് ഇങ്ങനെ തുറന്ന് ആവി ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. സിമ്മാക്കി കൊടുക്കണം. എന്നിട്ട് കനൽ കോരി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കനലെല്ലാം കോരി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ നിൽക്കണം. അടിയിൽ വലിയ തീ അങ്ങനെ കത്തണ്ട. കുറേശ്ശെ അതിൻ്റെ കനൽ മാത്രം മതിയാവും. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ദമ്മിട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മേലെയുള്ള കനലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് അകത്തോട്ടൊന്ന് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നമുക്ക് ദമ്മൊന്ന് പൊളിച്ച് നോക്കാം. ഇനി നമുക്ക് ഇതിന് ദമ്മൊന്ന് പൊളിച്ച് നോക്കണം. ഇത് പൊളിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. ഭയങ്കര നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഭയങ്കര നല്ല മണമാണ് വരുന്നേ.
അങ്ങനെ നമ്മുടെ പരപ്പ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് നോക്കണം. വേണ്ടോ, നല്ല പാകാണ് ചോറ് വേവൊക്കെ. ഇതിന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം കാണിക്കാം. അപ്പോൾ ഇതേ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി ആയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വലിയ മെനക്കെട്ട് പരിപാടി ഒന്നുമില്ല. ഇതിപ്പോൾ ക്വാണ്ടിറ്റി കൂടിയത് ഉണ്ടാക്കിയത് കൊണ്ടാണ് കുറച്ച് പണിയായിട്ട് തോന്നിയത്. അല്ലാതെ കുറച്ച് മാത്രം ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക് യു.